തിരുവോണം നാളിൽ പന്തളം കുരമ്പാലയിലെ ഗ്രാമവീഥികൾക്ക് പുരാതനമായൊരു നാടോടിക്കലയുടെ തനിമയാണ്. പ്ലാസ്റ്റിക് ചായങ്ങളോ കൊട്ടിഘോഷങ്ങളോ ഇല്ലാതെ പരമ്പരാഗത വേഷത്തിൽ പുലികളിയുമായി ഗ്രാമത്തിലെ ഒരു കൂട്ടം കുട്ടികൾ എത്തുകയാണ്. വരും തലമുറയ്ക്കായി പ്രകൃതി സൗഹൃദമായ പുലിക്കളിയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഈ കുട്ടികളുടെ ഓണാഘോഷ കാഴ്ചകളിലേക്ക്. ഉണക്കവാഴയിലകൾ കൊണ്ടുള്ള വസ്ത്രം, കൈകൊണ്ട് വരച്ചുണ്ടാക്കിയ കടുവ മുഖംമൂടികൾ, കളിപ്പാട്ടത്തോക്കുകളേന്തിയ വേട്ടക്കാർ. പന്തളം കൂരമ്പാലയിലെ ഗ്രാമവീഥികളിൽ ഈ തിരുവോണത്തിന് തെളിയുന്നത് ഗ്രാമീണതയുടെ തെളിച്ചമുള്ള നാടോടി കാഴ്ചയാണ്. നാടിറങ്ങിയ കടുവയെ വേട്ടക്കാർ കീഴടക്കുന്ന പരമ്പരാഗത തനിമയിലാണ് കുട്ടികളുടെ പ്രകടനം. തിന്മയ്ക്കുമേൽ നന്മ നേരിടുന്ന വിജയത്തിന്റെ പ്രതീകമായ ഈ കടുവ നൃത്തം വീടുതോറും കയറിയിറങ്ങിയാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്. പെയിന്റ് അണിഞ്ഞ് ആയിരങ്ങൾ അണിനിരക്കുന്ന തൃശ്ശൂരിലെ കൂറ്റൻ പുലിക്കളി മഹോത്സവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൂരമ്പാലയിലെ ഈ വെർഷൻ. പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിൽ നാട്ടിൽ ലഭ്യമായ ലളിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാദേശിക ചരിത്രവും നാടോടി കഥകളും ഓർമ്മിപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കർ. കൊള്ളാം, അടിപൊളി ഓണമായിരുന്നു ഈ വട്ടത്തെ. നമ്മൾ അതുകൊണ്ട് ഓണത്തിനൊരു പവർ കിട്ടാൻ വേണ്ടി നമ്മൾ പുലികളിക്ക് ഇറങ്ങിയൊക്കെയാണ്. വാഴകച്ചയൊക്കെ വിട്ട് കുറേ കഷ്ടപ്പാടൊക്കെ സഹിച്ച് നമ്മൾ ഇറങ്ങിയൊക്കെയാണ്. ഓണമായതുകൊണ്ട് പുലിക്കളി ഇറങ്ങാറുണ്ട്. എല്ലാ പ്രാവശ്യം ഇതേപോലെ മുടക്കാതെ നമ്മൾ ഓണപരിപാടി നടക്കും. ഓണം കൊള്ളാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു നല്ല ഓണമാക്കി തീർക്കാൻ നമുക്കിത് പറ്റുന്നുണ്ട്. കാരണം ഇത്രയും നാൾ നമ്മൾ ഫോണ് അതുപോലത്തെ സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യം നിൽക്കുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നമ്മൾ പുലികളിയായിട്ട് ഇറങ്ങുന്നുണ്ട്. ഫോണിനോട്ട് അതായത് സോഷ്യൽ മീഡിയ ഉപയോഗം കുറയുകയും പിന്നെ നമ്മുടെ മറ്റേ പഴയ കാലത്തെ ഓർമ്മകൾ നമുക്ക് പുതുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓണത്തിന്റെ പ്രധാന ദിവസമായ തിരുവോണ നാളിൽ തങ്ങളുടെ പൈതൃകവും സാംസ്കാരിക മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ആഘോഷങ്ങൾക്ക് തിളക്കമേറുകയാണ് ഈ ഗ്രാമീണ കൂട്ടായ്മ. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.